ഹലോ മക്കളെ, വെൽക്കം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ട്രയൽ അലോട്ട്മെന്റുമായി അനുബന്ധിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ ഡൗട്ടുകൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. നിർബന്ധമായിട്ടും കാണുക. സോ വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം. നിർബന്ധമായിട്ടും നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റ് ജൂൺ 8 വന്നു കഴിഞ്ഞാൽ കിട്ടിയ ആൾക്കാർ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ മാർക്കിന്റെ ബേസിസിലും നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓപ്ഷന്റെ ബേസിസിലും അതുപോലെ തന്നെ നിങ്ങളുടെ ബോണസ് പോയിന്റ്, കാസ്റ്റ്, ഇതൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുള്ളത്. സോ കിട്ടിയ ആൾക്കാർ ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അവിടെ തന്നെ പോകാൻ ആഗ്രഹം വെച്ചാൽ നിങ്ങൾ റീഅറേഞ്ച്മെന്റ് ഒന്നും ചെയ്യേണ്ട. പക്ഷേ നിങ്ങൾക്ക് അവിടെ പോവണ്ടെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഓപ്ഷൻ ഒന്നെങ്കിൽ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ അത് താഴേക്ക് മാറ്റണം. നിങ്ങൾക്ക് പ്രയോറിറ്റി ഏതാണോ അത് ആദ്യം കൊടുക്കണം. അത് നിർബന്ധമാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം മാത്രം നിങ്ങൾ ആദ്യം കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെയാണ് ട്രയൽ കിട്ടിയ സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾക്ക് പോവേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളാം, അങ്ങനെ തന്നെ കൊടുത്തോളാം. ഓക്കെ അല്ലേ? ഇനി കിട്ടാത്ത മക്കളോടാണ് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്താനുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ട്രയൽ വരുന്നത്. ഓക്കെ, അതിനുശേഷം ഫസ്റ്റും സെക്കൻഡും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും ഒക്കെ ഉണ്ടാവും. ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല. സോ കിട്ടാത്ത മക്കൾ ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യണം. നിങ്ങൾ വലിയ ടോപ്പ് സ്കൂളൊക്കെ കൊടുത്തേച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സ്കൂളുകളൊക്കെ ഒന്ന് താഴേക്ക് മാറ്റി കുറച്ചും കൂടെ ഓപ്ഷൻസ് മുന്നോട്ടേക്ക് ചേർക്കാൻ, നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസുകൾ. നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് പോയി പഠിക്കണം എന്ന് ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഇപ്പം ടോപ്പ് സ്കൂളിലൊക്കെ കൊടുത്തേച്ചാൽ അത് താഴേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടെ കൺസിഡർ ചെയ്യാം. ഇനി നിങ്ങൾ പഠിച്ച സ്കൂളിലൊക്കെ ആകുമ്പോൾ ബോണസ് പോയിന്റ് ഉണ്ട്, അപ്പം അവിടെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അതും നിങ്ങൾക്ക് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കാം. ഓക്കെ അല്ലേ? ഇനി വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, പല മക്കളും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, മിസ്സേ ഞങ്ങൾക്ക് ഈ ഒരു പലതിൻ്റെയും മാർക്ക് ഞങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അത് ഞങ്ങൾക്ക് ഈ ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? ട്രയൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ആ ഒരു ഡൗട്ട് ഇനി വേണ്ട. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി എന്തിനെങ്കിലും മാർക്ക് നിങ്ങൾ കുറച്ചാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. റീവാലുവേഷൻ റിസൾട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അത് ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് ആഡ് ചെയ്തോളും. നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി ആഡ് ആയിക്കോളും. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി അറിയാൻ പറ്റും. സോ ആ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. നിർബന്ധമായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യം, എഡിറ്റിംഗ് വിൻഡോ വന്നു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്തിരിക്കണം. പല കുട്ടികളും ഞാൻ ഇന്ന സ്ഥലത്താണ് കൊടുത്തതിന് ഞാൻ റീഅറേഞ്ച് ഒന്നും ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. പിന്നെയും ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ടീച്ചറെ ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയിട്ടില്ലേ, പിന്നെ ഞങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടില്ലേ, ഞങ്ങൾ വീണ്ടും അപ്ലിക്കേഷൻസ് കൊടുക്കണോ? വേണ്ട, ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ട്രയൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ജസ്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റിലേക്കും സെക്കൻഡിലേക്കും തേർഡിലേക്കും ഒക്കെയുള്ള ജസ്റ്റ് ഒരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ട്രയൽ അലോട്ട്മെന്റ് വന്നിട്ടുള്ളത്. അല്ലാണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് വരെ നിങ്ങൾക്ക് സീറ്റ് കിട്ടും. സീറ്റ് കിട്ടാണ്ട് എല്ലാവർക്കും സീറ്റ് അവൈലബിൾ ആണ്. സോ അത് വിചാരിച്ച് ടെൻഷൻ ആവേണ്ട. അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂൾ അടക്കം ഒരുപാട് സ്കൂളുകൾ നമുക്ക് ഉണ്ട്. സോ നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് അവിടെ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പല മക്കളും ചോദിച്ചിട്ടുണ്ട്, ഇത്ര A+ ഉണ്ടെങ്കിൽ കിട്ടുമോ, സയൻസിന് കിട്ടുമോ, അല്ലെങ്കിൽ ബയോളജി സയൻസോ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ കൊമേഴ്സ് ഇന്നത് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാവരോടുകൂടാണ് പറയുന്നത്, നിങ്ങളുടെ മാർക്കിന്റെ ബേസിസിലും മാത്രമല്ല, ബോണസ് പോയിന്റ്, നിങ്ങളുടെ കാസ്റ്റ്, ഇതൊക്കെ കാസ്റ്റിന്റെ സംവരണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും. ഇനി അറിയില്ലെങ്കിലും അതിനനുബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ പറഞ്ഞുതരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം കാസ്റ്റിന്റെ ബേസിസിൽ നിങ്ങൾക്ക് സംവരണം ഉണ്ട്. സോ ആ ഒരു റിസർവേഷൻ വെച്ചും നിങ്ങൾക്ക് എന്ത് കിട്ടും, സ്കൂളിൽ അഡ്മിഷൻ കിട്ടും. സോ അത് വിചാരിച്ച് ടെൻഷൻ ആവരുത്, എല്ലാവർക്കും സീറ്റ് അവൈലബിൾ ആയിരിക്കും. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു. ആ ഒരു കാര്യം, എഡിറ്റിംഗ് കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് വിചാരിക്കുന്നു. ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കൂടുതൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ മക്കളെ, താങ്ക് യു.